ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 250 ml ഒരു പാക്കറ്റ് തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഈ തിക്ക് ക്രീം ഒട്ടും മധുരം ഇല്ലാത്തതുകൊണ്ട് തന്നെ മധുരത്തിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾറെഡി അതിന് ചെറിയ മധുരം ഉണ്ടാവും, പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് ഒരു മാങ്ങ, നല്ല പഴുത്തിട്ടുള്ള മാങ്ങ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാങ്ങയുടെ ഫ്ലേവർ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിപ്പോൾ നല്ല ടേസ്റ്റിലുള്ള നല്ല മധുരമുള്ള നല്ല മാങ്ങയാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പം ഈ ഒരു മിക്സ് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അത് തിക്കായിട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പശുവിൻ പാൽ. ഇതിലേക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ദേ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് 3 ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ബാറ്റർ. അപ്പോൾ ഇതേ ബാറ്റർ ഒന്ന് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇപ്പോൾ ഇതേ ഒരെണ്ണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് വലുതായതുകൊണ്ട് തന്നെ 3 ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്തുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ സൈഡിലാണ് നമ്മളിപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു ക്രീമും മാംഗോവും വെച്ചിട്ട് ഉള്ള ഫില്ലിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണിപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ 2 സൈഡൊന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ഇതും ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാ മാംഗോ ക്രീപ്പോട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാംഗോ ക്രീപ്പിൻ്റെ റെസിപ്പിയാണിത്. ആ മാംഗോവും ആ ഒരു പാൻ കേക്കും ആ ക്രീമും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.